വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ ടെൻഡറിന്റെ പ്രഖ്യാപനം ഈ മാസം നടക്കും. ഇന്ത്യയുടെ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ നിന്ന് റെയിൽവേ വഴി ചരക്ക് വിനിമയം എളുപ്പത്തിലാക്കാൻ ഇതിലൂടെ സാധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ ടെൻഡർ പ്രഖ്യാപനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ വർഷം അവസാനത്തോടെ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും നീക്കം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ ടെൻഡർ പ്രഖ്യാപനം ഈ മാസം നടക്കും എന്നത്. വിവരങ്ങൾ. കൃഷ്ണരാജ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ ടെൻഡർ ഈ മാസം പ്രഖ്യാപിക്കാനാണ് സർക്കാരും കരാർ കമ്പനിയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ മാസത്തിൽ ടെൻഡർ പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഈ വർഷം അവസാനത്തോടു കൂടി ആരംഭിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ 2028 കൂടി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.5 കിലോമീറ്റർ 10.95 കിലോമീറ്റർ വരുന്ന നീളത്തിലാണ് ഇത്തരത്തിൽ റെയിൽവേ പാത നിർമ്മിക്കുന്നത്. കൊങ്കൺ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് DPR ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭൂരിഭാഗം 9 കിലോമീറ്ററോളം ഭൂമിക്കടിയിലൂടെ പോകുന്ന തുരങ്ക റെയിൽവേ പാതയാണ്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധിപ്പിക്കാൻ, റോഡ് മാർഗ്ഗം ബന്ധിപ്പിക്കാൻ ഒരുപക്ഷെ ഈ റെയിൽവേ സംവിധാനങ്ങൾ വരുന്നതോട് കൂടി സാധിക്കും. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ട്രയാങ്കുലർ മോഡ് ഓഫ് ഗുഡ് സർവീസാണ് ഒരുപക്ഷെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായിട്ട് അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് റിംഗ് റോഡ് പദ്ധതിയും അതോടൊപ്പം തന്നെ മറ്റ് റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തെ പ്രതീക്ഷിക്കുന്നത് റെയിൽവേ നിർമ്മാണത്തിന് പുറമേ തന്നെ രണ്ടാമത്തെ ബർത്തിന്റെ നിർമ്മാണമാണ്. അടുത്ത ഒരു 400 മീറ്റർ നീളമുള്ളൊരു ബർത്ത്, അത് ഒരു കാർഗോ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബർത്ത് നിർമ്മാണമായിരിക്കും നടത്തുക. അതോടൊപ്പം തന്നെ 230 മീറ്റർ വരുന്ന ഒരു പെട്രോൾ ബങ്കിങ് സംവിധാനം, അതായത് കപ്പലിന് വന്ന് ഇന്ധനം ചേഞ്ച് ചെയ്ത് പോകാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ്, റെയിൽവേ കണക്ടിവിറ്റി എല്ലാം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയെങ്കിൽ 2028 കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഒരുപക്ഷെ 2030 കൂടി വിഴിഞ്ഞം പൂർണ്ണ രീതിയിൽ സജ്ജമാകുന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയെ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭൂഗർഭ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഇതിന് ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ ടെൻഡറിന്റെ പ്രഖ്യാപനം ഈ മാസം നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.